ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ള ഈ സബ്ജക്റ്റ് ആയിരുന്നു. എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ള ചാപ്റ്ററായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഓരോ ഡിഫറെൻറ്റ് വാട്ടർ ടേബിൾ ഓരോ ഡിഫറെൻറ്റ് കണ്ടീഷൻസിലും വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രവും എങ്ങനെ ചേഞ്ച് ആവുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച ഭാഗം എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ എബോവ് ദ സോയിൽ സർഫസ് എ ആയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ അറ്റ് ദ സോയിൽ സർഫസ് എ. അതായത് നമ്മൾ 2 ടൈപ്പ് സോയിലിനെയാണ് കൺസിഡർ ചെയ്തത്. അതിൽ ടോപ്പ് സോയിൽ സർഫസിൻ്റെ മുകളിലാണ് വാട്ടർ ടേബിൾ എങ്കിൽ എങ്ങനെയാണ് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് ആയിരുന്നു നമ്മുടെ പ്രീവിയസ് വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തുവാണ്, നമ്മുടെ ടോപ്പ് 2 സോയിൽ സർഫസ് ഉണ്ട്, 2 സോയിലുകളുണ്ട്. അതിൻ്റെ ടോപ്പ് സോയിലിൻ്റെ ടോപ്പ് സർഫസിലാണ് വാട്ടർ ടേബിൾ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്? അപ്പോൾ സോയിൽ 1 സോയിൽ 2. ഓക്കെ, അപ്പോൾ 2 സോയിലുകളുണ്ട്. ആൻഡ് നമ്മുടെ സോയിൽ 1 എന്ന് പറഞ്ഞാൽ അറ്റ് എ ഡെപ്ത് ഓഫ് H1 ഫ്രം ദ സർഫസ് എ. ആൻഡ് സോയിൽ 2 എന്ന് പറഞ്ഞാലോ H2 ഡെപ്തിലാണ് കാണപ്പെടുന്നത്. ആൻഡ് നമ്മുടെ വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വന്നിരിക്കുന്നത്? അറ്റ് ദ സർഫസ് എയിലാണ് വാട്ടർ ടേബിൾ ഇരിക്കുന്നത്. ഓക്കെ, വാട്ടർ ടേബിൾ എവിടെയാണ്? വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ അറ്റ് ദ സർഫസ് എയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കണം. എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സിഗ്മ ബാർ എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. സിഗ്മ മൈനസ് യു ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ് ആണ്. യു എന്ന് പറഞ്ഞാൽ പോർ വാട്ടർ പ്രഷറാണ്. പോർ വാട്ടർ പ്രഷർ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ഇതിപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷനാണ് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ആണല്ലോ. ഇതാ ഇവിടെ പറയുന്നുണ്ട് എഫക്റ്റീവ് സ്ട്രെസ് ഇൻ സോയിൽ മാസ് അണ്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷനിൽ പറഞ്ഞത് ഓർക്കുക, നമ്മൾ എവിടെയാണോ കൊണ്ടുപോയി നമ്മുടെ പീസോമീറ്റർ വയ്ക്കുന്നത് അത് എവിടെ വരെ ആ പീസോമീറ്ററിലുള്ള റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വാട്ടർ ലെവൽ എവിടെയാണോ, നമ്മുടെ വാട്ടർ ടേബിൾ എവിടെയാണോ ആ ഒരു ഡെപ്ത് വരെ അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് വരെ ആയിരിക്കും ആ പീസോമീറ്ററിൽ വാട്ടർ ലെവൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ അറ്റ് സെക്ഷൻ എ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുകയാണ്. ഓക്കെ, എ എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ നോക്കുക, സിഗ്മ അതായത് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? എ എന്നുള്ള സെക്ഷന് മുകളിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു അതിൻ്റെ ഡെപ്ത് ആണ്. അപ്പം എ എന്നുള്ള ഈ ഒരു സർഫസിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ സിഗ്മ എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. ഇനി യു എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇവിടെ കൊണ്ടുപോയി ഒരു പീസോമീറ്റർ വയ്ക്കുകയാണ്. എ എന്നുള്ളൊരു സർഫസിൽ കൊണ്ടുപോയി ഞാനൊരു പീസോമീറ്റർ വയ്ക്കുകയാണെങ്കിൽ അതിൽ എത്രയാണ് വാട്ടർ കയറുന്ന ഹൈറ്റ്, അതാണ് എനിക്ക് അവിടെ വരുന്ന യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു ഹെഡാണ്. ഇവിടെ നമ്മൾ വാട്ടർ ടേബിൾ ഏത് ലെവലാണ്? എ എന്നുള്ള ലെവലിലാണ്. അപ്പോൾ വാട്ടറിൻ്റെ ലെവൽ എന്ത് തന്നെയായിരിക്കും? ആ ഒരു ലെവലിൽ പീസോമീറ്ററിൽ കാണിക്കുന്നത്. സോ ഇവിടെ ഹൈറ്റ് ഉണ്ടോ? ഇല്ല, 0 ആണ് വരുന്നത്. സോ യുവിൻ്റെ വാല്യൂ എന്ത് വരും? പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് 0 വരുന്നു. അങ്ങനെ സിഗ്മയും യുവും 0 ആണെങ്കിൽ സിഗ്മ ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മുടെ ഈ എല്ലാ പോയിൻറ്റ്സിലും എന്താണ്? 0 ആണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എനിക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷൻ എടുക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? സെക്ഷൻ ബി ആണ് എൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ സിഗ്മ എടുക്കുന്നു. സിഗ്മ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അതിൻ്റെ യൂണിറ്റ് വെയിറ്റിൻ്റെ അതിൻ്റെ ഡെപ്ത് ആണ്. സോ ഈ ബിക്ക് മുകളിലാണ് ഈ സോയിൽ 1 ഉള്ളത്. സോയിൽ 1 എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സോയിലല്ലേ? കാരണം വാട്ടർ ടേബിൾ എവിടെയാണ്? എയിലാണ് ഇരിക്കുന്നത്. സോ സാച്ചുറേറ്റഡ് സോയിലാണ്. സോ നമുക്ക് ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഗാമ സാറ്റ് 1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുവാണ് ഗാമ സാറ്റ് 1, അതായത് യൂണിറ്റ് വെയിറ്റ്, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ 1, അതാണ് ഗാമ സാറ്റ് 1. അവിടെ ഗാമ സാറ്റ് എന്ന് എടുക്കാൻ കാരണം എന്താണ്? അതിൻ്റെ മുകളിലാണ് വാട്ടർ ടേബിൾ വരുന്നത്. സോ അതുകൊണ്ട് സോയിൽ 1ഉം സോയിൽ 2ഉം എങ്ങനെ തന്നെ ആയിരിക്കും? സാച്ചുറേറ്റഡ് ആയിരിക്കും. കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയിലായിരിക്കും ഇരിക്കുന്നത്. സോ ഗാമ സാറ്റ് 1 ഇൻറ്റു അവിടുത്തെ ഡെപ്ത് എത്രയാണ്? ഇറ്റ് ഈസ് H1. ഓക്കെ, ദെൻ യു പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊണ്ടുപോയി ഒരു നമ്മുടെ പീസോമീറ്റർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ലെവൽ എത്ര വരെ കാണിക്കുമായിരിക്കും? വാട്ടർ ടേബിളിൻ്റെ ലെവൽ വരെ കാണിക്കും. അതായത് ഈ ഒരു ഹൈറ്റിൽ കാണിക്കും. ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് H1 ആണല്ലേ. സോ നമുക്ക് ഗാമ W ഇൻറ്റു H1 എന്ന് എഴുതാം. അങ്ങനെ എൻ്റെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു ആണ്. ദാറ്റ് ഈസ് ഗാമ സാറ്റ് 1 H1 മൈനസ് ഗാമ W ഇൻറ്റു H1. അപ്പോൾ ഇതിൽ H1 കോമൺ ആയിട്ട് എഴുതാൽ ഗാമ സാറ്റ് 1 മൈനസ് ഗാമ W എന്ന് വരും. സോ നമുക്ക് എന്ത് എഴുതാം? അതൊന്ന് ഗാമ സാറ്റ് മൈനസ് ഗാമ W എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. സോ ഫസ്റ്റ് സോയിലിൻ്റെ ആയതുകൊണ്ട് ഗാമ 1 ഡാഷ് സബ്മേർജ്ഡ് എന്ന് എഴുതി ഇൻറ്റു H1. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? എനിക്ക് സിഗ്മ ബാർ അതായത് എഫക്റ്റീവ് സ്ട്രെസ് വരുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എങ്ങനെ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാം?
അതായത് ഗാമ സാറ്റ് 1 H1. ഓക്കെ, അപ്പോൾ ബി എന്നുള്ള സെക്ഷനിൽ സിഗ്മയുടെ വാല്യൂ ഗാമ സാറ്റ് 1 H1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഗാമ സാറ്റ് 1 H1 വരും. യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗാമ W ഇൻറ്റു H1 ആണ്. ആൻഡ് ഇവിടെ സിഗ്മ ബാർ എന്ന് പറയുന്നത് എന്ത് വരും? ഗാമ 1 ഡാഷ്, അതായത് ഗാമ സബ്മേഴ്സ്ഡ് ഇൻറ്റു H1 ആണല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ വരയ്ക്കാം? ഇതാ വരച്ചു. ഓക്കെ, ഇനിഷ്യലി എത്രയായിരുന്നു? എയിൽ എല്ലാം 0 ആയിരുന്നു. ദെൻ ഓരോ വാല്യൂസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? എനിക്ക് സെക്ഷൻ CCയിലുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ CCയിൽ എന്ത് വരും? സി എടുത്തു കഴിഞ്ഞാൽ അവിടെ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിന് മുകളിൽ ഏതൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അതിൻ്റെ എല്ലാം യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡെപ്ത്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിൽ സി എന്നുള്ള മുകളിൽ സോയിൽ 2 ഉണ്ട്, സോയിൽ 1 ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ സോയിൽ 1 എടുക്കണം. അത് എത്രയാണ്? ഗാമ സാറ്റ് 1, അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്നുണ്ട് ഗാമ സാറ്റ് 1 ഇൻറ്റു H1 പ്ലസ് സോയിൽ 2 എന്നും സാച്ചുറേറ്റഡ് ആണ്. സോ ഗാമ സാറ്റ് 2 ഇൻറ്റു H2 ഡെപ്തിലാണ് ഉള്ളത്. യു എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ പോർ വാട്ടർ പ്രഷറാണ്. ഞാൻ ഇവിടെ കൊണ്ടുപോയി ഒരു ഒരു പീസോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിലെ വാട്ടർ ലെവൽ ഏത് വരെ പോകും? അതിൻ്റെ വാട്ടർ ടേബിളിൻ്റെ ലെവൽ വരെ പോകും. അതായത് ഈ ഒരു ലെവലിൽ എന്തായിരിക്കും? ഇതിൻ്റെ റീഡിങ് കാണിക്കും. സോ ആ ഒരു ലെവൽ എത്രയാണ്? ഇറ്റ് ഈസ് H1 പ്ലസ് H2 അല്ലേ ഈ ഒരു ഹൈറ്റ്. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് H1 പ്ലസ് H2. ഇതെന്തുകൊണ്ടാണ് ഇത് പറയുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഗാമ W ഇൻറ്റു H1 പ്ലസ് H2 എന്ന് ഞാൻ എഴുതി. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിഗ്മ മൈനസ് യു ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗാമ 1 ഡാഷ്, അതായത് സബ്മർജിന് യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫസ്റ്റ് സോയിൽ ഇൻറ്റു H1 പ്ലസ് ഗാമ 2 ഡാഷ് ഇൻറ്റു H2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഇവിടെ മാർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗാമ സാറ്റ് 1 H1 പ്ലസ് ഗാമ സാറ്റ് 2 H2 ആണ്. ഓക്കെ, ഇനി അടുത്ത ഇവിടെ വരുമ്പോഴത്തേക്കും ഇത്രയും ഡിസ്റ്റൻസ് യുവിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഗാമ W ഇൻറ്റു H1 പ്ലസ് H2 എന്നാണ് കിട്ടിയത്. ഇനി സിഗ്മ ബാറിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത്രയെന്ന് പറഞ്ഞാൽ സിഗ്മ ബാറിൻ്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് സോയിൽ 1-ലാണ്. അതായത് നമുക്ക് 2 സോയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ സോയിൽ 1-ലാണ് വാട്ടർ ടേബിൾ. ഓക്കെ, വാട്ടർ ടേബിൾ വരുന്നത് അത് ഈ സോയിൽ 1 എന്ന് പറഞ്ഞാൽ അറ്റ് ഡെപ്ത് H1 ആണ്. ആൻഡ് സോയിൽ 2 എന്ന് പറഞ്ഞാൽ H2 ഡെപ്തിലാണുള്ളത്. ഇനി എ എന്നുള്ള സർഫസിൽ നിന്നും ഒരു എത്രയാ H1 ഡാഷ് H1 ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസ് താഴെയാണ് എൻ്റെ വാട്ടർ ടേബിൾ വരുന്നത്. എന്താണ് H1 ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ H1 ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എ എന്നുള്ള സർഫസിൽ നിന്നും H1 ഡാഷ് താഴെ എന്തുണ്ട്? എൻ്റെ വാട്ടർ ടേബിൾ ഉണ്ട്. ഓക്കെ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ആദ്യം സെക്ഷൻ എ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ സെക്ഷൻ എ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? എ എന്നുള്ള സെക്ഷനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി മാർക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എ എന്നുള്ള സർഫസ് മുതൽ വാട്ടർ ടേബിൾ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ H1 ഡാഷ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ H1 ഡബിൾ ഡാഷ് എന്ന് ഞാൻ മാർക്ക് ചെയ്യുവാണ്. വാട്ടർ ടേബിൾ മുതൽ സോയിൽ 2, അതായത് ബി എന്ന് പറഞ്ഞ ഈ ഒരു സർഫസ് വരെയുള്ള ഈ ഒരു ഹൈറ്റിന് ഞാൻ H1 ഡബിൾ ഡാഷ് എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. സിഗ്മ അറ്റ് എയുടെ മുകളിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവിടെ 0. ഇനി യു വാട്ടർ ടേബിൾ ഉണ്ടോ? അതിൻ്റെ മുകളിൽ ഇല്ല. അപ്പോൾ അതും 0. ദെൻ സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായി? 0. സോ ഈ 3 പോയിന്റുകൾ എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി ബി എന്നുള്ള സർഫസ് ഞാൻ എടുക്കണം. ബി എന്നുള്ള സർഫസ് എടുക്കാം. അതിന് മുന്നേ ഡി എന്നുള്ള സർഫസ് ഉണ്ടല്ലോ. സോ ഡി ആണ് എൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഡിക്ക് മുകളിലായിട്ട് എന്തുണ്ട്? സോയിൽ ഉണ്ടല്ലേ. അതെങ്ങനെയായിരിക്കും? സാച്ചുറേറ്റഡ് ആയിരിക്കുമോ അതോ അല്ലാണ്ട് വെറ്റായിട്ടുള്ള സോയിലായിരിക്കുമോ? ഇവിടെ ഡ്രൈ സോയിലാണെന്ന് പറയുന്നില്ല. സോ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? ഇതെന്ന് പറയുന്നത് വെറ്റ് സോയിലാണ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്തായിരിക്കും? ഗാമ 1. സോയിൽ 1 ആയതുകൊണ്ട് ഗാമ 1 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. സോ ഞാൻ എഴുതി സിഗ്മ ഇസ് ഈക്വൽ ടു വെറ്റ് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗാമ 1 ഇൻറ്റു അത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഈസ് H1 ഡാഷ് ആണല്ലോ. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് H1 ഡാഷ്.
ദെൻ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? അതിന് മുകളിൽ വാട്ടർ ടേബിൾ ഉണ്ടോ? ഇല്ല. സോ 0. ഡി എന്നുള്ള സർഫസിന് മുകളിൽ വാട്ടർ ടേബിൾ ഇല്ല. സോ നമ്മളവിടെ പീസോമീറ്റർ വെച്ചാലും 0 റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നത്. സോ സിഗ്മ ബാർ എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് Γ1 H1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് അത് എത്രയാണ്? ഇറ്റ് ഈസ് Γ1 H1 ആണ്. ആൻഡ് യു എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ എന്ത് തന്നെയാണ്? 0 ആയിരിക്കും വരുന്നത്. ദെൻ അടുത്ത് എന്ത് വരും? സോറി, ഇത് വരച്ചേക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ടേ. ഓക്കെ, ഇതിൽ വരച്ചേക്കുന്ന മിസ്റ്റേക്കാണ്. അത് ഞാൻ മാറ്റി വരച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നോക്കണ്ട. ഈ യുവിൻ്റെ ഈ ഡയഗ്രാം നോക്കണ്ട, അത് തെറ്റാണ്. ഇത് നോക്കുക. ഓക്കെ, ഇത് രണ്ടും നോക്കാം. സിഗ്മയുടെ ഡയഗ്രാം ഇത് കറക്റ്റാണ്. ഇത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Γ1 H1 ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ വരയ്ക്കണം? ഇതാണ് യുവിൻ്റെ ഡയഗ്രാം വരുന്നത്. അതായത് ഈ ഡി എന്നുള്ള സർഫസിൽ എന്ത് തന്നെയാണ്? യുവിൻ്റെ വാല്യൂ 0 ആണ്. സോ ഇവിടെയും 0, ഇവിടെയും 0. ദെൻ നമ്മുടെ ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും ഡിക്ക് എത്രയാണ് വാല്യൂ വരുന്നത്? ഇറ്റ് ഈസ് Γ1 H1. ഇവിടെ എത്ര വാല്യൂ ആണോ അത്രയും തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അടുത്ത സെക്ഷൻ ഏതാണ്? എൻ്റെ സെക്ഷൻ BB ആണ്. ഏതാണ്? സെക്ഷൻ BB ഞാൻ കൺസിഡർ ചെയ്യുന്നു. അവിടെ സിഗ്മ എന്ന് പറയുന്നത് ഈക്വൽ ടു അതിന് മുകളിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ട് അതിൻ്റെ എല്ലാം യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡെപ്ത്. അപ്പം ഏറ്റവും മുകളിലായിട്ട് ഒരു വെറ്റ് സോയിൽ ഉണ്ട്. എത്രയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്? Γ1 H1 പ്ലസ് ഇനി അതിന് BB എന്നുള്ള സർഫസിന് മുകളിലായിട്ട് ഇവിടെ വരുന്ന പോർഷൻ എന്താണ്? ഫസ്റ്റ് സോയിലിൽ തന്നെയാണ്. ഇവിടെ എന്താണ്? വാട്ടർ ടേബിൾ. ഈ നീല ലൈൻ കാണിച്ചേക്കുന്ന വാട്ടർ ടേബിളാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ടേബിളിന് താഴെയാണ് ഈ ഒരു പാർട്ട് വരുന്നത് അല്ലേ? ഈ ഒരു പാർട്ട് വരുന്നത് എവിടെയാണ്? ഈ ഒരു വാട്ടർ ടേബിളിൻ്റെ ലെവലിന് താഴെയായിട്ടാണ് വരുന്നത്. സോ ഈ ഒരു സോയിൽ 1 എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് സോയിൽ ആയിരിക്കും. സോ ഞാൻ ഫസ്റ്റ് സോയിലിൻ്റെ സാച്ചുറേറ്റഡ് കണ്ടീഷന് Γ-SAT1 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഇൻറ്റു ആ ഡെപ്ത് എത്രയാണ്? H1 ആണ്. ഈ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് H1 ഓക്കെ. ദെൻ യുവിൻ്റെ വാല്യൂ ഞാൻ ഈ BB എന്നുള്ള ഇവിടെ ഞാനൊരു പീസോമീറ്റർ കൊണ്ട് വെച്ചാൽ അതിൽ വാട്ടറിൻ്റെ ലെവൽ ഏതുവരെ കാണിക്കും? വാട്ടർ ടേബിളിൻ്റെ ലെവൽ വരെ കാണിക്കും. അതായത് H1 എന്നുള്ള ലെവലിലായിരിക്കും കാണിക്കുന്നത് ആണല്ലോ. സോ ഞാൻ എഴുതി ΓW ഇൻറ്റു H1 ഓക്കെ. ദെൻ ഞാൻ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ മൈനസ് യു ആണ്. അത് ചെയ്യുമ്പോഴത്തേക്കും Γ1 H1 പ്ലസ് Γ-SAT1 മൈനസ് ΓW എന്ന് വരും. അപ്പോൾ ഞാൻ അതിനെ Γ1 ദാറ്റ് ഈസ് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു H1 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് അറ്റ് BBയിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് Γ1 H1 പ്ലസ് Γ-SAT1 H1 ആണ്. ഇനി നമ്മുടെ യുവിന് നമ്മുടെ പോർ വാട്ടർ പ്രഷറിന് BB എന്നുള്ള ലെവലിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ വരയ്ക്കണം? ഇവിടം വരെയും 0 ആയിരുന്നു അല്ലേ? 0യിൽ നിന്നും ഇങ്ങനെ ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ആൻഡ് ദിസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ΓW ഇൻറ്റു H1 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു ഡയഗ്രാം. ഇപ്പോൾ ഈ വരച്ചേക്കുന്നതാണ് നമ്മുടെ ഒറിജിനൽ ഡയഗ്രാം. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ, ഈ ഒരു വാല്യൂ ആണ് അവിടെ വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ CCയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഏതാണ് സെക്ഷൻ? എൻ്റെ CC എന്ന് പറയുന്നതാണ് സെക്ഷൻ. അപ്പോൾ ഞാൻ സിഗ്മ എന്ന് പറയുന്നത് CCക്ക് മുകളിൽ ഏതൊക്കെ മെറ്റീരിയൽ ഉണ്ടെന്ന് നോക്കാം. ഏറ്റവും മുകളിലായിട്ട് ടോപ്പിലായിട്ട് എന്തുണ്ട്? വെറ്റ് സോയിൽ ഉണ്ട് അല്ലേ? സോ അതിന് Γ1 ഇൻറ്റു അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് H1 പ്ലസ് അടുത്ത Γ-SAT1 ഇൻറ്റു H1 പ്ലസ് CCക്ക് മുകളിൽ സോയിൽ 2 ഉണ്ട്. സോയിൽ 2 എന്ത് തന്നെയാണ്? സാച്ചുറേറ്റഡ് കണ്ടീഷനാണ്. സോ Γ-SAT2 ഇൻറ്റു H2 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. ദെൻ യു എന്ന് പറയുന്നത് സിയിൽ കൊണ്ട് വെച്ചാൽ, സിയിലാണ് ഞാൻ എൻ്റെ പീസോമീറ്റർ കൊണ്ട് വയ്ക്കുന്നതെങ്കിൽ ഏതുവരെ കാണിക്കും എന്നാണ് പറഞ്ഞത്? വാട്ടർ ടേബിളിൻ്റെ ലെവല് ഇറ്റ് ഈസ് ഈ പീസോമീറ്ററിൽ വാട്ടർ ടേബിളിൻ്റെ ലെവൽ ഏതാണോ അതുവരെ കാണിക്കുന്നതാണ്. ദാറ്റ് ഈസ് H2 പ്ലസ് H1 ഡിസ്റ്റൻസിലായിരിക്കും കാണിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് H2 പ്ലസ് H1 ഡിസ്റ്റൻസ്. സോ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പോർ വാട്ടർ പ്രഷർ ΓW ഇൻറ്റു ആ പീസോമീറ്റർ ഹെഡ് എത്രയാണോ അത്, ദാറ്റ് ഈസ് H2 പ്ലസ് H1 അപ്പോൾ നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ Γ1 H1 പ്ലസ്
ഈ ഗാമ സാറ്റ് 1ഉം ഇവിടുത്തെ ഗാമ WH1 ഉണ്ടല്ലേ. അപ്പോൾ ഗാമ സാറ്റ് 1ൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് അവിടുത്തെ സബ്മെർജ്ഡ് കിട്ടും. സോ ഗാമ 1 ഇൻറ്റു H1 പ്ലസ് അടുത്ത് വീണ്ടും ഇവിടെ ഗാമ സാറ്റ് 2 ഉണ്ട്, ഇവിടെ വീണ്ടും എഗെയിൻ ഒരു ഗാമ W ഇൻറ്റു H2 ഉണ്ടല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, നമ്മുടെ ഗാമ 2 അത് സബ്മെർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ 2 ഇൻറ്റു H2 വരും. അപ്പോൾ അടുത്ത് നമുക്ക് എങ്ങനെ ഗ്രാഫ് വരും, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വരും. ഇതിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ പോർ വാട്ടർ പ്രഷറിന് ഒരു വാല്യൂ വരും, ദാറ്റ് ഈസ് ഇതാ ഇങ്ങനെ വരും. ഇതെന്ന് പറയുന്നത് ഈ യുവിൻ്റെ വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ദിസ് നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട് വരച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഈ യുവിൻ്റെ ഡയഗ്രാം ഇതല്ല. ഓക്കെ, യുവിൻ്റെ ഡയഗ്രാം ഇതല്ല. യുവിൻ്റെ ഡയഗ്രാം വരുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും യുവിൻ്റെ ഡയഗ്രാം വരുന്നത്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. നമ്മളിത് ഈ ഒരു എല്ലാ ഡയഗ്രാം വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ പക്കയായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ സോയിൽ 2ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, സോയിൽ 1ലായിരുന്നു വാട്ടർ ടേബിൾ. ഈ ഒരു കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ സോയിൽ 2ലാണ് എൻ്റെ വാട്ടർ ടേബിൾ വരുന്നത്. ഓക്കെ, അതായത് ഇതാ സോയിൽ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ BB എന്ന് പറയുന്ന സർഫസാണ്. സോ BB എന്നുള്ള സർഫസിൽ നിന്നും ഒരു H2 മാറി, എത്രയാണ്, H2 മാറിയിട്ടാണ് എൻ്റെ വാട്ടർ ടേബിൾ ഇതാ ഇവിടെ വരുന്നത്. ഇവിടെ എൻ്റെ വാട്ടർ ടേബിൾ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിമൈനിങ് ഡെപ്ത് എന്ന് പറയുന്നത് H2 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ വരയ്ക്കാം. ദാറ്റ് ഈസ് സെക്ഷൻ A എടുക്കുമ്പോഴത്തേക്കും അതിന് ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഇതിന് മുകളിൽ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ, ഇല്ല. സിഗ്മയും 0 ആണ്, യുവിൻ്റെ വാല്യൂ 0 ആണ്, എഫക്റ്റീവ് സ്ട്രെസ്സും 0 ആണ്. സോ ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. ഇനി സെക്ഷൻ BB വരുമ്പോഴോ, സെക്ഷൻ BBയിൽ വരുമ്പോഴത്തേക്കും വരുമ്പോൾ നമ്മുടെ അതിന് മുകളിൽ എന്തുണ്ട്, സോയിലുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ വരുന്ന സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു ഗാമ 1 അത് എഴുതാമല്ലോ. പ്ലസ് ബി എന്നുള്ള സർഫസിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ അവിടെ ഗാമ 1 അത്രേ ഉള്ളൂ. ദെൻ യുവിൻ്റെ വാല്യൂ, യു എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇവിടെ 0 ആയിരിക്കും. കാരണം വാട്ടർ ടേബിൾ അതിന് മുകളിലുണ്ടോ, ഇല്ല. വാട്ടർ ടേബിൾ താഴെയാണ് വരുന്നത്. സോ ഇവിടെ പോർ വാട്ടർ പ്രഷർ ഇല്ല, 0. ദെൻ സിഗ്മ ബാർ ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഗാമ 1 തന്നെ വരും. ഓക്കെ, ദെൻ അറ്റ് സി എടുക്കുവാണ്. CC അല്ല, ഇ എന്നുള്ള സെക്ഷനിൽ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്മയുടെ വാല്യൂ എന്ത് വരും, ദാറ്റ് ഈസ് ഗാമ 1 പ്ലസ് ഈ സോയിൽ 2 തന്നെയാണ് ഇവിടെ എന്താണ് മോയിസ്റ്റ് സോയിലാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ അവിടെ ഗാമ 2 ഇൻറ്റു, അതായത് നമ്മുടെ സോയിൽ 2ൻ്റെ യൂണിറ്റ് വെയിറ്റ്. കാരണം വാട്ടർ ടേബിളിൻ്റെ മുകളിലാണെങ്കിൽ എന്താണ് ഈ ഒരു ഭാഗത്ത് എന്താണ് വെറ്റ് സോയിലായിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു, ഗാമ 2 ഇൻറ്റു എത്രയാണ് ഡിസ്റ്റൻസ്, H2 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ മുകളിൽ എന്തുണ്ട്, വാട്ടർ ടേബിൾ ഉണ്ടോ, ഇല്ല. സോ പോർ വാട്ടർ പ്രഷർ 0. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഗാമ 1 പ്ലസ് ഗാമ 2 ഇൻറ്റു H2 എന്ന് തന്നെ വരും. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് അറ്റ് സെക്ഷൻ CC എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും സിഗ്മയുടെ വാല്യൂ എന്ത് വരും, ഇറ്റ് ഈസ് ഗാമ 1 പ്ലസ് ഗാമ 2 ഇൻറ്റു H2 പ്ലസ് അടുത്ത് ഈ വാട്ടർ ടേബിളിന് താഴെ എന്താണ്, സോയിൽ 2 തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഗാമ സാറ്റ് 2 എന്നാണ്, ഗാമ സാറ്റ് 2 H2 എന്ന് എഴുതി. ദെൻ അവിടെ വരുമ്പോഴത്തേക്കും പോർ വാട്ടർ പ്രഷർ ഉണ്ടല്ലോ, ഏത് ഹൈറ്റിലാണുള്ളത്, H2 ഹൈറ്റ്. അതായത് ഇവിടെയാണ് ഞാൻ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്, എൻ്റെ പീസോമീറ്റർ വയ്ക്കുന്നത്. സോ വാട്ടർ ടേബിളിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ വരെ എന്ത് ചെയ്യും, റീഡിങ് കാണിക്കും. സോ എത്രയാണ് ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H2 ആണ്. സോ ഞാൻ എഴുതി ഗാമ W ഇൻറ്റു H2 ഇനി നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്ത് വരും, ഗാമ 1 പ്ലസ് ഗാമ 2 ഇൻറ്റു H2 പ്ലസ് അടുത്തെന്ത് വരും, ഗാമ സാറ്റ് 2 മൈനസ് ഗാമ W എന്ന് വരും. സോ ദാറ്റ് ഈസ് ഗാമ സബ്മെർജ്ഡ് 2 ആണല്ലോ.
അപ്പോൾ Γ2-H2 എന്ന് വരും. ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നതെന്ന് ഞാൻ വീണ്ടും വരയ്ക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് നോക്കാം. ഇവിടെ ഇപ്പോൾ എന്താ വരുന്നത്, എയിൽ 0 ആണ്, ബി എന്നുള്ള സെക്ഷനിൽ Γ1-H1 എന്നുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് Γ1-H1. യുവിൽ ആ സമയത്ത് എന്താണ്, 0 ആണ് വാല്യൂ. എഗെയിൻ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂവും Γ1-H1 അത് മാർക്ക് ചെയ്തു. ദെൻ ഇ എന്നുള്ള സെക്ഷനിൽ Γ1-H1 + Γ2-H2 എന്ന് പറയുന്നതാണ് വാല്യൂ. യുവിൽ അപ്പോഴും വാല്യൂ ഇല്ല, 0 തന്നെയാണ്. ദെൻ ഇവിടെ വരുമ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് വരുമ്പോഴത്തേക്ക് എത്രയാണ്, ഇറ്റ് ഈസ് Γ1-H1 + Γ2-H2 ആണ് ഇവിടെ വരുന്നത്. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ CCയിൽ വരുമ്പോഴത്തേക്ക് ഇത് എത്രയാണ്, Γ1-H1 + Γ2-H2 + Γ2-H2 ഇതാണ് ഇവിടെ വരുന്ന വാല്യൂ. യുവിൽ അന്നേരം വാല്യൂ ഉണ്ട്, സോ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. ദെൻ അടുത്ത സിഗ്മ ഈ ഒരു വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ടേബിൾ ബിലോ CC ആണ്. അതായത് CC എന്നുള്ള സർഫസിന് താഴെയാണ് വാട്ടർ ടേബിൾ വരുന്നതെങ്കിൽ എങ്ങനെ വരും. എൻ്റെ 2 സോയിലുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സോയിലിൻ്റെ ഡെപ്ത് H1 ആണ്, സെക്കൻഡ് സോയിലിൻ്റെ ഡെപ്ത് H2 ആണ്. ആൻഡ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് CC എന്നുള്ള സർഫസിന് താഴെയാണ്, ഇവിടെ ആയിട്ടാണ് എൻ്റെ വാട്ടർ ടേബിൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം, എയിൽ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, അവിടെ 0 ആണ് വരുന്നത്. ഓക്കെ, അവിടെ 0 വന്നു. ഓക്കെ, ഇവിടെ എല്ലായിടത്തും 0 ആണ് വരുന്നത്, കാരണം എ എന്നുള്ള സർഫസിന് മുകളിൽ സോയിലില്ല, സോ സിഗ്മ 0 ആണ്. പിന്നെ വാട്ടർ ടേബിൾ താഴെയുണ്ട്, പോർ വാട്ടർ പ്രഷർ ഇല്ല, രണ്ടും 0 ആയ സ്ഥിതിക്ക് എഫക്റ്റീവ് സ്ട്രെസ്സും 0 ആയിരിക്കും. ബി എന്നുള്ള സർഫസ് എടുക്കുകയാണ്. ഓക്കെ, എവിടെയാണ് ബി എന്നുള്ള സർഫസ് എടുക്കുമ്പോഴത്തേക്കും സിഗ്മയുടെ വാല്യൂ എന്ത് വരും, അതിന് മുകളിൽ വെറ്റ് സോയിലാന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നു. സോ Γ1 × H1 എന്ന് വരും. പോർ വാട്ടർ പ്രഷർ ഉണ്ടോ, ഇല്ല, 0 ആണ്. സോ സിഗ്മ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് Γ1-H1 എന്ന് തന്നെ വരും. ഇനി അറ്റ് CC എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും സിഗ്മയുടെ വാല്യൂ എന്ത് വരും, Γ1-H1 + Γ2 × H2. ഓക്കെ, യുവിൻ്റെ വാല്യൂ അവിടെ ഉണ്ടോ, ഇല്ല, 0. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് Γ1-H1 + Γ2-H2 എന്ന് വരും. ഇതിനെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പോർ വാട്ടർ പ്രഷറിന് ഗ്രാഫ് ഉണ്ടോ, ഇല്ല. നമ്മൾ CC വരെയും എന്തില്ല, നമ്മുടെ യുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പോയിന്റ് എഴുതാം, ദ എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് എനി സെക്ഷൻ ഗോസ് ഓൺ ഇൻക്രീസിങ് ആസ് ദ വാട്ടർ ടേബിൾ ഗോസ് ഡൗൺ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാരണം ഇത് പലപ്പോഴും എക്സാംസിന് നമ്മുടെ റീസണിങ്ങും അസർഷനും റീസണിങ് എന്നുള്ള അതേപോലത്തെ മോഡലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ താഴോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എഫക്റ്റീവ് സ്ട്രെസ് ഇൻക്രീസ് ആവും. ഓക്കെ, ദ എഫക്റ്റീവ് സ്ട്രെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എബോവ് ദ വാട്ടർ ടേബിൾ ആൻഡ് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ബിലോ ദ വാട്ടർ ടേബിൾ. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വാട്ടർ ടേബിളിന് മുകളിലുള്ള ബൾക്ക് യൂണിറ്റ് വെയിറ്റിനെയും വാട്ടർ ടേബിളിന് താഴെയുള്ള സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സർചാർജ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് എഫക്റ്റീവ് സ്ട്രെസ്സിലുള്ള ചേഞ്ച് എന്നാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.